തിരുമേനി എന്തെങ്കിലും ചെയ്ത് എന്റെ മോളെ രക്ഷിച്ചേ പറ്റൂ. ഞങ്ങൾക്കിനി ആശ്രയിക്കാൻ മറ്റൊരു സ്ഥലമില്ല. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ചു കൊണ്ടുവരിക. മഹേട്ടാ, നമുക്ക് ഉടനെ വീട്ടിൽ പോണം. പാവ കണ്ടെത്തണം. പാവയോ? അതെല്ലാം തിരികെ പോകുമ്പോ ഞാൻ പറയാം. നമുക്ക് ഉടനെ പോയിട്ട് വരാം മഹേട്ടാ. ശരി, പോ മോളെ. എങ്ങേ ഏത് പാവയുടെ കാര്യ ഭട്ടതിരി പറഞ്ഞത്? മഹേട്ടാ, ഞാൻ എല്ലാം പറയാം. നമുക്ക് പോയി ആ പാവ കണ്ടുപിടിക്കണം. ഏത് പാവ? മഹേട്ടാ, അത് ഏതേലും കടയിൽ പോയി ഒരു പാവ വാങ്ങിക്കൊണ്ട് ഭട്ടതിരിക്ക് കൊടുത്താൽ മതിയോ? അത് മതിയെങ്കിൽ വാ. അത് പോരാ, ആ പാവ തന്നെ വേണം. ഏത് പാവയാണെന്ന് അറിഞ്ഞാലേ അത് തിരയാൻ പറ്റൂ. അത് ഏതാണെന്ന് പറ. മാളു ഇവിടെ ഇരിക്കേ. ഇനി പറ, ഏത് പാവ? മാളുവിന്റെ ബർത്ത്ഡേക്ക് ഹൈമവതി ആന്റി മാളുവിന് കൊടുത്തില്ലേ, ആ പാവ. ഹാപ്പി ബർത്ത്ഡേ മാളു. ഹായ്. ആ പാവയിൽ നിന്ന് ദുരാത്മാവ് മാളുവിന്റെ ശരീരത്തിൽ കയറിയത്. പാവയിൽ ദുരാത്മാവോ? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ മഹേട്ടാ. നമ്മള് ദൈവത്തെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പോലെ പലരും ദുഷ്ടശക്തികളെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അവര് നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് ദ്രോഹം ചെയ്യാനായി പലതും ചെയ്യും. അവരെ പോലെ ആരോ ആണ് ആ പാവയിൽ ദുരാത്മാവിനെ ആവാഹിച്ചു കയറ്റിയത്. അതറിഞ്ഞോ അറിയാതെയോ ആണ് ഹൈമവതി ആന്റി മാളുവിന് കൊണ്ടുകൊടുത്തത്. ആ പാവയിലുണ്ടായിരുന്ന ദുരാത്മാവ് മാളുവിന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞു. ആ പാവ നശിച്ചു കഴിഞ്ഞാൽ ദുരാത്മാവിനെ മാളുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയില്ല. ആ പാവയിലേക്ക് ദുരാത്മാവിനെ തിരിച്ച് ആവാഹിച്ചാൽ മാത്രമേ നമ്മുടെ മാളുവിനെ തിരിച്ചു കിട്ടുള്ളൂ. അതാ ഭട്ടതിരി പറഞ്ഞത്. ആ പാവ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം മഹേട്ടാ. എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ മാത്രം അവൾ ആരോട് എന്ത് തെറ്റാ ചെയ്തത്? കൊച്ചുകുട്ടിയല്ലേ അവള്. അവളെ ദ്രോഹിച്ചിട്ട് ആർക്കെന്ത് കിട്ടാനാ? ശ്രീ മഹേശ്വര, മഹേട്ടോട് എല്ലാം തുറന്നു പറഞ്ഞാലോ? പറഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്നറിയില്ല. വേണ്ട, തൽക്കാലം എല്ലാം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. എങ്ങേ നീ എന്തേ ആലോചിക്കുന്നേ? ഒന്നുമില്ല മഹേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് പാവ കണ്ടെത്തേ മതിയാവൂ. കാണുന്നില്ലോ ഗംഗേ. മഹേട്ടൻ ടെൻഷൻ ആവാതെ നമുക്കൊന്നുകൂടി നോക്കാം. ഗംഗ അപ്പുറത്ത് നോക്ക്, ഞാൻ ഇവിടെ എല്ലാം ഒന്നുകൂടെ നോക്കാം. ശരി മഹേട്ടാ. എന്റെ ശ്രീ മഹേശ്വര, അതിവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഞാനിനി എവിടെ പോയി നോക്കും? ഗൗരി ചേച്ചിക്ക് ഇനി എന്നെ സഹായിക്കാൻ പറ്റും. ചേച്ചിയെ വിളിക്കുന്ന നല്ലത്. ഗംഗേ, ചേച്ചി, ആ ഡോൾ എവിടെയെങ്ങും കാണുന്നില്ല. അത് കിട്ടിയാലേ നമ്മുടെ മാളുവിനെ രക്ഷിക്കാൻ സാധിക്കൂ. ഗംഗ പേടിക്കണ്ട, അത് നമുക്ക് ഉടനെ കണ്ടെത്താം. ഞാനൊന്ന് നോക്കട്ടെ. ഗംഗേ, ഡോൾ അവിടെയുണ്ട്. വേഗം വാ.
എവിടെ ചേച്ചി? ദേ നോക്ക് അവിടെ. മഹേട്ടൻ പാവ തെരഞ്ഞു നടക്ക. ഞാനിത് കൊണ്ടുപോയി മഹേട്ടനെ കാണിച്ചു കിട്ടിയെന്ന് പറയട്ടെ. ഇത്രയും പെട്ടെന്ന് മഹേട്ടനെ മാളൂനെയും കൂട്ടി ഭട്ടതിരിയുടെ അടുത്ത് പോണം. അതെ ഗംഗെ, എങ്ങനെയെങ്കിലും നമുക്ക് മാളുവിനെ രക്ഷിച്ചേ പറ്റൂ. അതെ. ഗംഗ ആരോടാ സംസാരിക്കുന്നത്? ഗംഗെ, മഹിയേട്ടൻ വരുന്നുണ്ട്. ഞാൻ പിന്നെ വരാം. ശരി ചേച്ചി. ഗംഗ പാവ കിട്ടിയോ? കിട്ടി മഹേട്ടാ. ഗംഗ സത്യം പറ, ഗംഗ ആരോടാ സംസാരിക്കുന്നേ? നോക്കുന്നവർക്ക് ഗംഗ തനിയെ സംസാരിക്കുന്നതായിട്ട് തോന്നുക. മഹേട്ടാ, അത് ഞാൻ പറയാം. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാ. പക്ഷെ ഞാൻ എല്ലാം ചെയ്യുന്നത് മാളുവിന് വേണ്ടിയാ മഹേട്ടാ. അവള് എനിക്കെന്റെ സ്വന്തം മോളാ. മഹേട്ടാ, നമുക്ക് പോവാം. മാളുവിനെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉടനെ ചെയ്തു തുടങ്ങണം. വാ മഹേട്ടാ. ശരി. ഗംഗയുടെ കയ്യിലിരുന്നത് ആ പാവയല്ലേ? നീ പുറത്തു വരില്ലല്ലേ? ഈ സമയത്ത് കാവിലാരോ പൂജ നടത്തുന്നത്? പോയി നോക്കണമല്ലോ. ആ ദുരാത്മാവിനെ തളയ്ക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഗൗരി ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഗൗരി ചേച്ചിയെ സ്മരിച്ച് വരുത്തി നോക്കാം. ദുരാത്മാവിനെ തളയ്ക്കാൻ സാധിക്കുന്നില്ലല്ലേ? ഞാനൊന്ന് ശ്രമിക്കാം. തിരുമേനി ഹോമം തുടരട്ടെ. ദുരാത്മാവിന്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതിനെ തളയ്ക്കാം. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? മാളുവിന്റെ ദേഹത്ത് കയറിയ ദുരാത്മാവിനെ തളയ്ക്കാൻ തുടങ്ങുക. ഗംഗേ,
തളർന്നു. ഇപ്പൊ ഞാൻ പോവാ. മാളുവിന് ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ പൂജയും ഹോമൊക്കെ നടത്തി എന്നെ ഉപദ്രവിക്കാൻ നോക്കുവാണല്ലേ? ഇതിന് ഞാൻ സമ്മതിക്കില്ല. എന്താ ശ്രേയ ഇത്? ഈ ഗംഗ പറയുന്നത് കേട്ട് മഹേൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിൽ തുടരുത്. ആ ദുരാത്മാവ് രക്ഷപ്പെടും. ഭഗവാനെ, മഹാദേവ, ഇത് കർമ്മഫലം തന്നെയാണ്. ഇനി ഈ കുട്ടിയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാ സാധ്യതകളും അവസാനിച്ചു. ഇനി ആ ദുരാത്മാവ് ഈ ശരീരം വിട്ടിറങ്ങണമെങ്കിൽ ഈ കുട്ടി മരിക്കണം. വേറെ ഒരു വഴിയുമില്ലേ? ഇല്ല, ഇത് മരണം കൊണ്ടേ അവസാനിക്കൂ. മാളുവിനെ ഇത്ര സ്നേഹിക്കാൻ ഗംഗയ്ക്ക് മാത്രമേ കഴിയൂ. സ്വന്തം കുഞ്ഞിനേക്കാൾ സ്നേഹം ഒരു കുഞ്ഞിന് കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കുമെന്ന് ഗംഗ തെളിയിച്ചു. തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. മഹേട്ടാ, എൻ്റെ ഈ ജീവിതം മഹേട്ടൻ എനിക്ക് തന്നതാ. ഞാൻ ജീവിക്കുന്നത് മഹേട്ടനും മാളുവിനും വേണ്ടി മാത്രമാണ്. മാളുവിനെ ഞാൻ എൻ്റെ സ്വന്തം മകളായി തന്നെയാണ് കാണുന്നത്. എനിക്കതിനപ്പുറം ഈ ഭൂമിയിൽ ഒന്നും നേടാനില്ല മഹേട്ട. ഗംഗ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കതറിയാമെങ്കിലും പല സന്ദർഭങ്ങളിലും സ്വന്തം ജീവൻ പണയം വെച്ച് ഗംഗ അത് തെളിയിച്ചിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും ഞാൻ അറിയാതെ ഓരോരോ സന്ദർഭങ്ങളിൽ മറ്റെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും. അത്തരം തെറ്റുകളിൽ തന്നെ ഞാൻ അവിശ്വസിക്കും. അതെന്റെ വലിയൊരു വീഴ്ചയാണ്. അതാണ് ഗംഗ പറയുന്നതിന് പലപ്പോഴും ഞാൻ പ്രാധാന്യം തരാതിരുന്നിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. താനാണ് ശരിയെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുക. ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയ പുണ്യമാണ് ഗംഗ. നീ ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. ഈ ജന്മത്തിൽ ഇനിയുള്ള കാലം മുഴുവൻ ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ ജീവിക്കും. ഈ നെഞ്ചിലെ ചൂടും ഈ മനസ്സിലെ സ്നേഹവും പിന്നെ നമ്മുടെ മാളും, ഇത്രയും മാത്രം മതി മഹേട്ട. എനിക്ക് ഇത്രയും മാത്രം മതി. അയ്യോ, എന്താ കാണിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? വിട്. നിന്നെ ഞാനിത് കൊല്ലുടി. അയ്യോ, ശ്രേയ, വിട്. ശ്രേയ, രാഹുൽ, എന്താ ശ്രേയ എന്തോ സ്വപ്നം കണ്ടു ഉണർന്നതാണെന്ന് തോന്നുന്നു. എന്താ അവക്ക് പറ്റിയെന്ന് അറിയില്ല. ആരെങ്കിലും പിടിച്ചു മാറ്റ്, ഇല്ലെങ്കിൽ ആന്റി ഇപ്പൊ മരിച്ചു പോവും. ചേച്ചി വിട്, ചേച്ചിയുടെ അമ്മ ഇത്.
പറ്റിയേ? ഉറക്കത്തിൽ എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടായതാവും. നാത്തും വാ, ഇനിയിപ്പോ അപ്പുറത്തെ മുറി കിടന്നാ മതി. ശ്രേയ ഉറങ്ങി എണീക്കുമ്പോ നോർമലാകും. അല്ല എന്താ ഇവിടെ ഒരു ബഹളം? അത് ശ്രേയ പെട്ടെന്ന് വയലന്റ് ആയി. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? നീ വാ രാജി, നമുക്ക് പോ. ഹൈമവതി വന്നേ, വാ നമുക്ക് മുറിയിലേക്ക് പോ. അവളോട് കിടന്ന് ഉറങ്ങിക്കോട്ടെ. നടക്ക്. പട്ടതിരി പറഞ്ഞത് സത്യമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓരോരുത്തരും ചെയ്യുന്നതിന്റെ ഫലം അവരനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും. ഇനി ഇതിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല. മാളു, മാളു, മോളെ കാപ്പി കുടിക്കാമോ? മാളു, കഴിക്ക്. എനിക്ക് ഗംഗ വാരിത്തന്നാ മതി. അതിനെന്താ, ഗംഗ വാരിത്തരാലോ. കഴിച്ചോ? വെള്ളം വേണോ? എന്തൊക്കെയാ ഹൈമവതി ഇവിടെ നടക്കുന്നത്? അതാ നാത്തൂനെ ഞാനും ആലോചിച്ച് നടക്കുന്നേ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്റെ മോൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്, ആ മാളുവിന്റെ കാര്യമാ. അവള് വീണ്ടും പഴയതുപോലെ ആയിന്നാ തോന്നുന്നത്. ആ ഗംഗയോട് അവള് പഴയ പോലെ സ്നേഹത്തിൽ പെരുമാറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അയ്യോ, ശരിയാണോ നാത്തൂനെ ഇത്? അതെ, അവള് പണ്ടത്തെ പോലെ ഗംഗയോട് സ്നേഹം കാണിക്കുന്നത് ഞാൻ ഇപ്പൊ കണ്ടതാ. എന്റെ ദൈവമേ, ആ കുട്ടിപ്പിശാചി പഴയതുപോലെ ആയപ്പോ എന്റെ മോൾക്ക് ഇതെന്താ പറ്റിയ? ഇന്നലെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നാത്തൂനെ, എന്റെ മോള് അവൾക്ക് ഹൈമവതി പേടിക്കാതെ. ശ്രേയയ്ക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് അവള് സ്വപ്നം എന്തോ കണ്ട് പേടിച്ചാണെന്നാ. അതൊന്നും എനിക്കറിയില്ല. അവളിങ്ങനെയായ എനിക്കാരാ ഉള്ളത്? സത്യം പറയാലോ നാത്തൂനെ, പേടി കാരണം എനിക്ക് അവളുടെ അടുത്തേക്ക് പോലും പോകാൻ തോന്നുന്നില്ല. അങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഹൈമവതി വാ, നമുക്ക് ശ്രേയെ പോയി നോക്കാം. അത് വേണോ? എനിക്ക് തോന്നുന്നത് അവക്കിപ്പോ നമ്മളെ കൊല്ലാനുള്ള എന്തോ മനസ്സിൽ കയറിയിട്ടുണ്ടെന്നാ. അങ്ങനെയൊന്നുമില്ല. ഉറങ്ങി എണീക്കുമ്പോ എല്ലാം പഴയതുപോലെയാവും. നമുക്ക് നോക്കാം, വാ. നല്ല ഉറക്കമാണല്ലോ. വിളിച്ചു നോക്ക്. ശ്രേയേ, മോളെ ശ്രേയ. ശ്രേയേ, ശ്രേയേ, എഴുന്നേക്ക്. ശ്രേയേ, മോളെ. അയ്യോ നാത്തൂനെ, അയ്യോ മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ഇന്നലെ എന്താ പറ്റിയേ? എന്താ ശ്രേയേ, നീ കാര്യം പറ. എന്താ ഇന്നലെ സംഭവിച്ചത്? കണ്ടില്ലേ നാത്തൂനെ, നമ്മൾ എത്ര ചോദിച്ചിട്ട് അവൾ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? ശ്രേയേ, നീ കാര്യം പറ. ഇങ്ങനെ മിണ്ടായിരുന്നാൽ എങ്ങനെയാ?
വേണ്ട മോളെ, നിന്റെ അമ്മയെ ഞാൻ ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല. തുറക്കാനല്ലേ ഞാൻ പറഞ്ഞേ, തുറക്കാൻ. അതുനെ എന്റെ മോള്, എന്താ എന്റെ മോക്ക് പറ്റിയേ? വിഷമിക്കാതെ ഹൈമോദി, ശ്രേയയുടെ ദേഹത്ത് എന്തോ ബാധ കയറിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പോയി മന്ത്രവാദിനെ കാണാം. ശരിയാ, അതാ നല്ലത്. അയ്യോ, എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം. ശ്രേയ